വിഭജികയുടെയും മകളുടെയും ആത്മഹത്യയിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. വിഭജികയുടെ അമ്മയുടെ സഹോദരിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിഭജികയുടെയും മകളുടെയും മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് കുടുംബം. മരണത്തിൽ അന്വേഷണം വേണമെന്നും സംസ്കാരം ഷാർജയിൽ നടത്താൻ പാടില്ലെന്നും കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി സലി മുഹമ്മദ് ചേരുകയാണ്. സലി, കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നതാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം വേണം, ഇത് കൊലപാതകം തന്നെയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? കോടതി ഇത് പരിഗണിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇത് ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നത് എന്നതിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം മുൻപും അവിടെ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട്. ഈ യുവതി വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും ക്രൂരമായ ശാരീരിക മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അക്കാര്യം തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ചില തെളിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണമാണ്. ഇതാണ് ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കാൻ ശ്രമം നടത്തുന്നു. ഇന്നലെ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എംബസി വഴി പരാതി നൽകി അത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും, വിഭജികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണം. നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കണം. അതിനുശേഷം ഇവിടെ സംസ്കരിക്കണം. ഇതിന് കോടതിയുടെ സഹായം വേണം. ഇതായിരുന്നു ഇവരുടെ പ്രയർ. വിഭജികയുടെ അമ്മയുടെ സഹോദരിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഒരു പക്ഷേ ഇന്നോ നാളെയോ ഓപ്പൺ കോർട്ടിൽ വന്നേക്കും. കോടതി എന്തു പറയുന്നു എന്നുള്ളത് ഈ കേസിൽ നിർണായകമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കോടതി കേന്ദ്ര സർക്കാരിന് നൽകുന്ന നിർദ്ദേശം നിർണായകമാവുകയും ചെയ്യും. അതിനനുസരിച്ചാണെങ്കിൽ കോടതിക്ക് നിർദ്ദേശം നൽകിയാൽ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാൻ ബന്ധുക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകേണ്ട സാഹചര്യം വരും. ഏതായാലും കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമാകും എന്ന കാര്യം ഉറപ്പാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും മലയാളികളാണ്, ഷാർജയിൽ താമസിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ വലിയ തരത്തിൽ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട്. പല അവസരങ്ങളിലും വീട്ടുകാരെ വിഭജിക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കേസിൻ്റെ സാധ്യത കേരളത്തിൽ നിന്ന് തന്നെ ആ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യത തെളിയുന്നില്ലേ നിലവിൽ? എന്താണ് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരടക്കം പറയുകയും ചെയ്യുന്നത്? കുടുംബം മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? അതായത് ഇവിടെ പരാതി നൽകിയാൽ ഇവിടെ അന്വേഷണം നടക്കും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിന് ഏറ്റവും ബേസിക്കായി വേണ്ട ഒരു കാര്യം, ആ മൃതദേഹങ്ങൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ അതിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യം ഒന്നാമത് സ്ഥിരീകരിക്കാൻ കഴിയൂ. മറ്റൊന്ന്, മുൻപ് നടന്നിട്ടുള്ള ഗാർഹിക പീഡനങ്ങളുടെയും ശാരീരിക മർദ്ദനങ്ങളുടെയും മറ്റും തെളിവുകൾ ശേഖരിക്കാനും കഴിയും. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഷാർജ പോലീസിന് ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷാർജ പോലീസും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കേരള പോലീസും അന്വേഷിക്കണം. കാരണം ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെങ്കിൽ ഇവിടെ മൃതദേഹം എത്തിക്കണം, ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തണം. മാത്രമല്ല തങ്ങളുടെ മകളും മകളുടെ കുഞ്ഞുമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ മൃതദേഹം എത്തിച്ച് ഇവിടെ സംസ്കരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കോടതി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഈ ഹർജി എടുത്തതിന് ശേഷമേ പറയാൻ കഴിയൂ. ഏതായാലും എതിർകക്ഷികൾക്ക്, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനായിരിക്കും ഇതിൽ നോട്ടീസ് പോവുക. തുടർ നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്.